എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം. ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്. ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്കെന്ന യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കും ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്കെന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും മറ്റെല്ലാ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ദൈവനാമത്തിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ എന്താണ് സുവിശേഷം, സുവിശേഷം എങ്ങനെയാണ് പറയേണ്ടത്, സുവിശേഷം ആർക്കൊക്കെ പറയാം എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അത് പറയുന്നതിന് മുമ്പ് ഒരാഴ്ചയോളമായി സോഷ്യൽ മീഡിയയിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ വളരെ സജീവമായി കാണുന്ന ഒരു ദുഃഖകരമായ വാർത്തയാണ് ബംഗാളിലെ ഒരു പെന്തക്കോസ്ത് വിശ്വാസിയായ മാധവൻ എന്ന ആൾ വളരെ അതിക്രൂരമായ രക്തസാക്ഷിത്വം വരിച്ചു എന്നുള്ള വാർത്ത. ബംഗാളിലെ ഒരു കുഗ്രാമത്തിൽ, ക്രിസ്തീയത എത്താത്ത ഒരു ഗ്രാമത്തിൽ ഒരു പെന്തക്കോസ് വിശ്വാസിയായിരുന്നു മാധവൻ എന്നൊരു ഗ്രാമത്തിലെ കൂട്ടുകുടുംബത്തിലെ വ്യക്തി. അദ്ദേഹം കടുത്ത ഒരു പെന്തക്കോസ്തു വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആൾക്കാരും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നില്ല എന്ന് മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസത്തിന് വളരെ എതിരുമായിരുന്നു. നാട്ടുകാരുടെ അതിശക്തമായ എതിരും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ ആയി ആ സമയത്ത് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളും നാട്ടുകാരും അദ്ദേഹത്തോട് ഈ മാധവനോട് ആവശ്യപ്പെട്ടത്, നീ ക്രിസ്ത്യാനി ആയിക്കോ, അതിന് ഞങ്ങൾക്ക് വിഷയമില്ല. നിന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി നീ ഒരേ ഒരു ദിവസം നീ ഹിന്ദുവായി മാറി ആ നിന്റെ മകളുടെ വിവാഹം നടത്തി കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. അത് അനുസരിക്കാതെ വന്നപ്പോൾ മാധവനെ നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് തല്ലിക്കൊന്ന് ആ കൊലപാതകം ഒളിപ്പിക്കാൻ വേണ്ടി വനത്തിൽ കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് ഒരു തെളിവ് പോലും ഇല്ലാതെ, ഒരു അസ്ഥി പോലും ബാക്കിയില്ലാതെ കത്തിച്ചു ചാമ്പലാക്കി എന്നാണ് അറിയാൻ കഴിയുന്നത്. സോഷ്യൽ മീഡിയ വഴി കേട്ട ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇവിടെ എല്ലാവരും പറഞ്ഞു മാധവൻ ഒരു ക്രൈസ്തവ രക്തസാക്ഷിയാണ്. ഒരിക്കലുമല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു വചന പഠിച്ച ആളെന്ന നിലയിൽ, അല്ല ദൈവത്തിന്റെ ഒരു ദാസൻ എന്ന നിലയിൽ, മാധവൻ ഒരിക്കലും ഒരു ക്രൈസ്തവ രക്തസാക്ഷിയല്ല. രക്തസാക്ഷികൾ അനേകം പേരുണ്ട്. രാഷ്ട്രീയ രക്തസാക്ഷികളുണ്ട്, മതപരമായ രക്തസാക്ഷികളുണ്ട്, സാമുദായികപരമായ രക്തസാക്ഷികളുണ്ട്, വർഗീയ രക്തസാക്ഷികളുണ്ട്, പലതരം രക്തസാക്ഷി. ഇതില് മാധവൻ എന്നുള്ളത് പെന്തക്കോസ്തു മത രക്തസാക്ഷിയാണ്. പെന്തക്കോസ്ത് ഒരിക്കലും ക്രൈസ്തവ സഭയല്ല, ക്രൈസ്തവ ഉപദേശങ്ങളല്ല അവരുടെ സഭയിൽ നിലനിൽക്കുന്നത്. അവർ ഉപദേശിക്കുന്ന രീതിയും അവരുടെ ആചാര രീതിയും ഒന്നും ക്രൈസ്തവമായി ബന്ധമുള്ളതല്ല. ക്രിസ്തു എന്നുള്ള പേരും അല്ലെങ്കിൽ ദൈവം എന്നുള്ള പേരും അല്ലെങ്കിൽ ബൈബിളിലെ ചില വചനങ്ങൾ അവർ കയ്യിൽ കൊണ്ടു കിടക്കുന്നു. ആ വചനങ്ങൾ അതിൽ മുറിവാക്യങ്ങൾ അവർ പ്രസംഗിക്കുന്നു. എന്നാൽ ശരിയായിട്ടുള്ള വചനങ്ങൾ അവരാരും പ്രസംഗിക്കുന്നില്ല. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിന്റെ വചനങ്ങൾ അനുസരിക്കുന്നവരാണ് ക്രൈസ്ത്യാനികൾ. അങ്ങനെ ക്രിസ്തുവിന്റെ വചനങ്ങൾ പൂർണ്ണമായും പഠിപ്പിക്കുന്ന ഒരു സഭ ഇന്ത്യയിലൊരിടത്തുമില്ല, ബംഗാളിലും ഇല്ല. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായും പറയാൻ കഴിയും മാധവൻ ഒരു ക്രിസ്തീയ രക്തസാക്ഷി അല്ല എന്ന് തീർത്ത് പറയാൻ കഴിയും. ഇന്ന് അനേകം പേരുണ്ട് ഓരോ സഭ പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ അത് സുവിശേഷമാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി അല്ലെ ദൈവരാജ്യത്തിന് വേണ്ടി അല്ലെ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ, രക്തസാക്ഷിയുവാൻ താല്പര്യപ്പെട്ട് നോർത്ത് ഇന്ത്യയിൽ പോകുന്ന അനേകം ആൾക്കാരുണ്ട്. കേരളത്തിൽ നിന്ന് അനേകം ആൾക്കാർ പോയിട്ടുണ്ട്. വളരെ പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും അവർ സുഖം കണ്ടെത്തിയത്. ഇപ്പൊ അവർ സ്വയം വിചാരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ കഷ്ടത അനുഭവിക്കുന്നു അല്ലെങ്കിൽ രക്തസാക്ഷ്യം വരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. ഇതൊന്നും ക്രിസ്തുവിന് വേണ്ടിയോ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയോ ഉള്ള രക്തസാക്ഷിത്വമല്ല. അവരുടെ സഭ അവരെ പഠിപ്പിച്ച വചനങ്ങൾ ലോകത്തെ അറിയിക്കുന്നു. സഭയുടെ നേട്ടം എന്നുള്ളത് വിശ്വാസികളുടെ എണ്ണമാണ്. വിശ്വാസികളുടെ എണ്ണമാണ് അവരുടെ വരുമാനം. ആ വരുമാനത്തിന് വേണ്ടി മാത്രമാണ് അവർ സുവിശേഷം അറിയിക്കുന്നത്. പാസ്റ്റർമാര്, ഉപദേശികള് അവരൊക്കെ ദൈവത്തിന് വേണ്ടി സഭയിൽ ആളെ കൂട്ടാൻ വേണ്ടി അവരുടെ സഭയുടെ ഉപദേശം അത് സുവിശേഷമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ലോകത്തെ അറിയിക്കുന്നു. ഇവരുടെ ഉപദേശത്തിൽ പറ്റി ഒരു അറിവുമില്ലാത്ത ആൾക്കാർ
അതാണ് സുവിശേഷം എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ അവരുടെ സഭകളിൽ ചേരുന്നു. ഇത് സുവിശേഷമാണോ? എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഞാൻ ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ.